celebration of the spirit of never giving up. അത് എൻ്റെ അടുത്ത് ഇവിടെ എനിക്ക് രണ്ട് ബോത്ത് ക്വാളിഫൈ ആയത് ഞാൻ ഇവിടെ വന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതിന് ഒബ്വിയസ്ലി സാറിനോട് വലിയ താങ്ക്സ് പറയാനുണ്ട് എനിക്ക്. അപ്പോൾ ലൈഫിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരുപാട് നാളെടുത്ത് കുറേശ്ശെ ചെയ്യുന്നതിനൊക്കെ നല്ലതായിരിക്കും. ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഒറ്റയടിക്ക് ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്നത് വളരെ നല്ല ഒരുപാട് ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു സിസ്റ്റം വിസ്ക പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. കാരണം വേറൊരു സ്ഥാപനങ്ങൾ അങ്ങനെ അത്രയും ഫോക്കസ് ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ലാണ്ട് ഇല്ല. ഇവിടുത്തെ റിസൾട്ട് ശരിക്കും മാജിക്കാണ്. അത്രയും റിസൾട്ട് വരുന്ന വേറെ സ്ഥാപനങ്ങൾ ഇല്ല ആക്ച്വലി. അന്ന് സാർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ അവസാനമായിട്ട് ഇത് എഴുതി പാസ്സാവുന്ന സമയത്ത് നിനക്ക് മനസ്സിലാവും ഇതിൻ്റെ കഷ്ടപ്പാട് എന്താണ്, ഇതിന് കൊടുക്കേണ്ട ഡെഡിക്കേഷൻ എന്താണെന്ന്. ഇന്നിവിടെ ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ പറയും എനിക്ക് ഇന്ന് അത് സാർ പറഞ്ഞത് അക്ഷരപ്രതി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അത്രയും എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പാസ്സായിരിക്കുന്നത്. അത് ഇവിടെ കണ്ടവരൊക്കെ കണ്ടിട്ടാവും. എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയത് വിസ്കയിലെ ആ ഗ്രൂപ്പ് സ്റ്റഡി തന്നെയാണെന്ന് പറയാം. കാരണം എല്ലാ സബ്ജക്റ്റിലും എല്ലാ കാര്യത്തിലും നമുക്ക് ഗ്രിപ്പ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് ചില കാര്യങ്ങൾ എൻ്റെ ഫ്രണ്ട്സിനായിരിക്കും ഗ്രിപ്പ് ഉണ്ടാവുക. അപ്പോൾ അത് കമ്പൈൻ സ്റ്റഡി ചെയ്ത് പഠിച്ചത് കൊണ്ട് നമുക്കൊരു പരിധി വരെ നമ്മുടെ സ്ട്രഗിൾ ഒഴിവാക്കിയിട്ട് ഈസി ആയിട്ട് കയറാൻ പറ്റിയെന്ന് തന്നെ പറയാൻ പറ്റും. വിസ്ക എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ ഉള്ളത് കൊണ്ടും സാറുള്ളത് കൊണ്ടുമാണ് ഇത്ര എത്തിയത്. എൻ്റെ ഈ 16 പേപ്പറും ഞാൻ ആകെ സാറിൻ്റെ ക്ലാസ് മാത്രമേ കൂടിയിട്ടുള്ളൂ. വേറെ സ്പോമും എല്ലാം സാറിൻ്റെ ക്ലാസ്സായിരുന്നു. അങ്ങനെ എന്തായാലും തീർത്തു. എല്ലാവരും ഇവിടെ കറക്റ്റ് സ്ഥലത്താണ് വന്ന് എത്തിയേക്കണേ. എല്ലാവരും ആ സമയത്ത് പഠിക്കുക. ഇവിടെ ഉള്ള സമയത്ത് തന്നെ വൃത്തിക്ക് പഠിച്ച ഉറപ്പായിട്ടും തീർക്കാവുന്ന കേസേ ഉള്ളൂ. നല്ല സന്തോഷമുണ്ട്. പാസ്സായി എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ കറങ്ങുമല്ലോ, നമ്മൾ റോൾ നമ്പറൊക്കെ അടിച്ചിട്ട്. അത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു വെയിറ്റിങ്ങും എന്താ പറയുക. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അടുത്ത് പാസ്സായി എന്ന് പറയുന്നൊരു സംഭവം, അത് ഭയങ്കര എക്സ്പീരിയൻസ്. അവരുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമായിരുന്നു. 2016 സ്റ്റാർട്ട് ചെയ്തതാണ് ഞാൻ ഈ വലിയ യാത്ര. അപ്പോൾ അത് അവസാനിച്ചത് വിസ്ഡത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ്. അതെനിക്കൊരു ഒന്ന് ആലോചിക്കേണ്ട ആവശ്യം പോലും ഇല്ല അതെനിക്ക് പറയാൻ. വിസ്കയിൽ വന്ന ശേഷം എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് ഇവിടെ വന്നിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഫൈനൽ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാവണമെന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. നടന്നില്ല, ഇവിടെ വന്ന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ബോത്ത് കിട്ടി. പിന്നെ വാർഡന്മാരും എല്ലാവരും ഭയങ്കര നല്ലതായിരുന്നു. അപ്പോൾ സന്തോഷമായി. താങ്ക് യു. വീട്ടിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻസ് ഇപ്പം ഞാൻ വിസ്കിനെ പറ്റി അന്വേഷിക്കുമ്പോൾ നെഗറ്റീവ്സും കേട്ടിട്ടുണ്ട്, പോസിറ്റീവ്സും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, 4 ആൾ പഠിക്കണ കാണുമ്പോൾ നമുക്ക് പഠിക്കാൻ തോന്നും. ഇപ്പം നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ആരുമില്ല നമ്മളെ നോക്കാൻ, നമ്മുടെ കാര്യം നമ്മൾ നോക്കണം, ഫോൺ നോക്കുന്നു, ലാപ്പ് എടുക്കുന്നു, എല്ലാം ഉണ്ട്. ഇവിടെ വരുമ്പോൾ 4 ആൾ പഠിക്കണ കാണുമ്പോൾ ഒരു മോട്ടിവേഷൻ കിട്ടും. അങ്ങനെ പഠിച്ചിട്ടാണ് ഞാൻ പാസ്സായിട്ടുള്ളത്. So who stood up with us in our toughest time, to the one who believed in us more than we believe in ourselves. So let's welcome our mentor and guide, C.A. Ajit Krishna sir. എക്സിസ്റ്റിംഗ് ബാച്ചിലർ സ്റ്റുഡൻസ് ഇതൊരു മോട്ടിവേഷനായിട്ട് കണക്കാക്കിയിട്ട് അടുത്ത അറ്റംപ്റ്റിൽ ഇതേപോലെ ഇവിടെ നിന്ന് സംസാരിക്കാൻ അവസരം ഉണ്ടാവണം. അതിന് ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. താങ്ക് യു. ഓക്കെ.